എടാ നമുക്ക് വീഡിയോ എടുത്താലോ? ഞാൻ ദേ ഷൂ ഇട്ടിക്കഴിഞ്ഞ് കുറേ നാളായി നമ്മൾ ഫുൾ വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ ദേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടൊയോട്ട കോളീസ് ആയിട്ടാണ്. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ റിച്ചസ് കൊച്ചിക്കാരി അച്ചായത്തി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എനിക്ക് തോന്നുന്നു ഞാൻ കോളീസ് എടുത്തതിന് ശേഷം കുറേ ആൾക്കാരുടെ അടുത്ത് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്, നിങ്ങളുടെ കയ്യിൽ കോളീസ് സെയിലിനുണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് സ്റ്റോക്ക് അങ്ങനെ വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരിക്കും. ഈ മഴ പെയ്യുന്ന പോലെ, അങ്ങനെ മഴയും വെയിലും വരുന്ന പോലെ ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്ന് ഒരു സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു ടൊയോട്ട കോളീസ് ആണ് നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കോളീസിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ചരിത്രം ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ജാനുവരി മാസം 2000-ലാണ് നമ്മളുടെ ടൊയോട്ട കീജാങ്ങിനെ അടിസ്ഥാനമാക്കിയിട്ട്, ഒരു ഇന്തോനേഷ്യൻ മോഡലിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ ടൊയോട്ട കോളീസിനെ ആദ്യമായിട്ട് 2000 ആ ഒരു വർഷത്തിലാണ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഒരു 2.4 ലിറ്റർ ഡീസൽ എഞ്ചിനിൽ ഒരു വണ്ടി, അതും ഇത്രയേറെ കംഫർട്ടബിൾ, അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി, അതുപോലെ തന്നെ സീറ്റിംഗ് കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഏകദേശം 7 സീറ്റ് മുതൽ 10 സീറ്റ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് കോളീസിന്. എൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സീറ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2004 മോഡൽ കോളീസ് ആണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും FS ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ 10 സീറ്റ് വരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് നമുക്ക് കോളീസ് ഒരുപാട് നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കൂടുതലും വന്നിരിക്കുന്ന ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നില്ലെങ്കിൽ 4th ഓണർഷിപ്പ്, അല്ലെങ്കിൽ 3rd ഓണർഷിപ്പ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിലേക്ക് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു കോളീസ് സെയിലിന് വേണ്ടിയിട്ട് വരുന്നത്. അതും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. നിലവിലിപ്പോൾ ഇവർക്ക് താല്പര്യം ഉണ്ടായിട്ട് കൊടുക്കുന്നതല്ല, പക്ഷെ അവർക്കൊരു അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടാണ് ആക്ച്വലി അവർ ഈ ഒരു വണ്ടി കൊടുക്കുന്നത്. കോളീസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാരുടെയും മനസ്സിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, മൾട്ടി പർപ്പസ് വെഹിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സമയത്ത്, അതായത് ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ കൂടുതലും ടൂർ ഓപ്പറേറ്റേഴ്സ്, അതുപോലെ തന്നെ ടാക്സി ഡ്രൈവേഴ്സ്, അവരൊക്കെയാണ് കൂടുതലും ഈ വാഹനങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ കുറച്ച് വലിയ കുടുംബം ഇല്ലേ, എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും ഈ വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അത്യാവശ്യം ലോങ് ഡ്രൈവ് പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര രസമാണ് ഇതിൻ്റെ ഈ വണ്ടിയുടെ അകത്തിരുന്നിട്ട് യാത്ര ചെയ്യാനായിട്ട്. ഞാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് ഈ കോളീസിൻ്റെ ഒരു ഡ്രൈവ് കംഫർട്ടബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർബോ ഇല്ല എന്നുണ്ടെങ്കിലും എൻജിൻ എന്താ പറയുക, ബുള്ളറ്റ് പ്രൂഫ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഞാൻ അധികം വലിച്ചിട്ട് നമുക്ക് അകത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മെക്കാനിക്കൽ സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിപ്പോൾ ഒന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോർ ഓപ്പൺ ആവില്ല. ഇത് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തുറക്കണം, അതാണ് വേറൊരു കാര്യം. പക്ഷെ അത് നമുക്ക് നന്നാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞായിരുന്നു മെക്കാനിക്കൽ സൈഡ് വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. എന്തിനാണ്? പാച്ച് വർക്ക്. യെസ്, നമ്മളുടെ വണ്ടി ഓൾറെഡി കോട്ടയത്ത് കൊടുത്തിരിക്കുകയാണ്. അതെന്തിനാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നായിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മോങ്ങിക്കൊണ്ട് ഓരോരോ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്, അയ്യോ അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഈ കാണുന്ന കോളീസിനും നമ്മുടെ ഫ്ലോറിൽ കുറച്ചധികം പാച്ച് വർക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. പക്ഷേ സീറ്റിൻ്റെ കാര്യമൊക്കെ നോക്കിക്കുക, ഇതൊക്കെ ഓൾറെഡി അവർ എക്സ്ട്രാ ചെയ്തതാണ് ഈ സീറ്റ്. പിന്നെ അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ആണ് ഗൈസ്. ഈ വണ്ടി എടുക്കുന്നവൻ ഭാഗ്യവാനാന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് എൻ്റെ വണ്ടിക്ക് പവർ സ്റ്റിയറിംഗ് ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് രണ്ടാമത് കയറ്റേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഇനി ഇത് എക്സ്ട്രാ കയറ്റേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെന്താ പറയാനായിട്ടുള്ളത്? യെസ്, 3,10,000 കിലോമീറ്ററാണ് വണ്ടി ഇതുവരെ ഓടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സൈഡ് കുഴപ്പമില്ല, എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പാച്ച് വർക്ക് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ നിലവിൽ ഇപ്പോൾ ഇതിൽ കിടക്കുന്ന ടയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളിങ്ങനെ എന്താ പറയുക, ത്രെഡ് കാണാം, അത്രയും പോയിരിക്കുകയാണ് ടയർ. പക്ഷെ നമുക്ക് വേറെ ടയർ അവൈലബിൾ ആണ്, അതെടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെന്താ എന്നാൽ ഞാൻ ഇതെന്താ സംഭവം എന്നറിയാവോ? കുറേ നാളായി ഇത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോസ് അത് ഇങ്ങനത്തെ വണ്ടീനൊക്കെ പറ്റിയിട്ട് ഞാൻ ചെയ്തിട്ട് കുറേ ആയതാണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞായിരുന്നു ഇവിടുത്തെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് വേണം നമുക്ക് ഈ ഡോറ് ഓപ്പൺ ചെയ്യാൻ. കണ്ട,
അതെടുക്കുന്നവർ ഒന്ന് നോക്കി എടുത്താൽ മതി. നമ്മൾ ഈ ഒരു കണ്ടീഷനിലായിരിക്കും വണ്ടി നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. കണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോളീസിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓൾമോസ്റ്റ് എല്ലാവർക്കും കോളീസിനെ പറ്റിയിട്ട് അത്യാവശ്യം അറിയാവുന്നതാണ്. അപ്പോൾ പിന്നെ ഞാനായിട്ട് വലിച്ചു നീട്ടി വെറുതെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാം ഈ ഒരു വണ്ടി ഓടിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ഉള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്താണ്, ഈ വണ്ടി 2000-ൽ ഇറക്കിയെങ്കിൽ പോലും ആ ഒരു സമയത്ത് നമ്മുടെ ടാറ്റ സുമോ അതുപോലെ തന്നെ മഹീന്ദ്ര ബൊലേറോ ഇല്ലേ, ആ വണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക മത്സരിച്ച് നിന്ന ഒരു വണ്ടിയാണ്. പക്ഷെ 2005 ആയപ്പോഴത്തേക്കും നമ്മുടെ ഇന്നോവ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടൊയോട്ട ഇതിനങ്ങോട്ട് നിർത്തിക്കളഞ്ഞ്. അതാണ് എനിക്ക് സങ്കടമായി പോയത്. ഇപ്പോൾ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്നേരം അവർ നിർത്തിയത് നന്നായെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. അതുകൊണ്ടിട്ട് എന്താണ് ഇപ്പം ഈ വണ്ടിക്ക് വിലയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും ഈ വണ്ടി ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ആർക്കും അത്ര വലിയ കാര്യമായിട്ട് തോന്നൂല. ഇപ്പം നമ്മൾക്ക് ഇന്നോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഇന്നോവയൊക്കെ ഇല്ലേ, Type 4, Type 3, Type 2 ഒക്കെ, അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ആ ഒരു ഷേപ്പും ആ വണ്ടിയൊക്കെ. പക്ഷെ ക്രിസ്റ്റയിലൊക്കെ വരുമ്പോഴത്തേക്കും അത്ര ആർക്കും അങ്ങോട്ട് താല്പര്യം ഉണ്ടില്ല എന്ന് പറയുന്നില്ല, എന്നാൽ പോലും ഇന്നോവയുടെ അത്ര ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. ഞാൻ പറഞ്ഞു വന്നാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഞാൻ എൻജിൻ റൂം ഒന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. യെസ്, അതൊന്ന് ഓണാക്കാം. ഇതൊന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് വേണോ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ യെസ് ഗൈസ്, ഇത് പൊളിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിലങ്ങനെ പ്രത്യേകിച്ച് നമുക്കേ പണിയുള്ളത് ഈ പറഞ്ഞ പോലെ പാച്ച് വർക്കും പെയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഇനിയിപ്പോൾ ഗൈസ് എനിക്ക് പണി കിട്ടിയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ചത്. അപ്പോൾ നല്ലോണം പാച്ച് വർക്കും പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അന്നേരം ആ തുടക്ക സമയത്ത് ഞാൻ എടുത്ത സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും വണ്ടി ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കോളീസ് എനിക്കാ എനിക്ക് വണ്ടി കച്ചവടം വരുന്നില്ലേ, അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇന്നൊരാൾ കമന്റ് ഇട്ടേക്കണേ സ്ക്രാപ്പ് ലേഡിന്ന്. ശരിയാ, ഈ ഒരു സൗണ്ട് ഓ ഈ ഒരു സൗണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സത്യം പറഞ്ഞു കഴിഞ്ഞാല്. എങ്ങനെയുണ്ട്? ഞാൻ വേറൊന്നും വലിച്ചു കിട്ടുന്നില്ല. വണ്ടിയുടെ പ്രൈസ് എത്രയാണ് എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാകും. ഞാനതെന്തായാലും വീഡിയോയിൽ പറയുന്നില്ല. നിങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് വണ്ടി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്താണ് കേട്ടോ. അയ്യോ, ഞാനത് പറയാൻ മറന്നുപോയി. ഇത് എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. എനിക്കാണെന്നെങ്കിൽ ആ സമയത്ത് കോളേജ് എടുക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രമേ എൻ്റെ മനസ്സിലുണ്ട്, വണ്ടിക്ക് വേറെ മെക്കാനിക്കൽ സൈഡ് കംപ്ലൈൻറ്റ് പാടില്ല, പിന്നെ ഒരു KL07 വണ്ടി ആയിരിക്കണം. അത് രണ്ടും കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. പക്ഷേ പാച്ച് വർക്കിൽ എനിക്ക് നല്ലൊരു ഒടി കിട്ടി. കുഴപ്പമില്ല, പഠിച്ചു ഞാൻ. അൻസാഫിൻ്റെ, ഇതെൻ്റെ കൂട്ടുകാരൻ അൻസാഫിൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ നമ്മുടെ മഞ്ഞപ്പജേറോയും പിന്നെ ഓൾമോസ്റ്റ് വണ്ടിക്കച്ചവടം തുടങ്ങിയ സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നേക്കാം. എന്താണെന്നറിയാൻ പാടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒന്ന് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എന്താ അത് ഞാൻ പറയാം. അപ്പോൾ എന്താണ് ഇവിടെ ഇപ്പം ഞാൻ ഇവിടെ ഷൂട്ടിന് വന്നപ്പോഴത്തേക്കും അവരോട് ചോദിക്കുന്ന ബിരിയാണി വേണം. അത് എൻ്റെ കൂട്ടുകാരൻ അൻസാഫ് ഇവിടെ ഇല്ല. അൻസാഫേ, നീ എന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉമ്മിച്ച് എൻ്റെ അടുത്ത് ചോദിക്കണേ ബിരിയാണി വേണമെന്ന്. ഞാൻ വയറ് അറിഞ്ഞിരിക്കണേടാ, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ട് പോണേണ്, നിനക്ക് അവിടെ സുഖമാണ്, നീ ട്രിപ്പിലാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്ത് പറയാൻ, പണിക്ക് പോയതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ പുള്ളിയോടെ ഫുള്ള് ട്രിപ്പാണ്. ഐ മീൻ അവിടെ ഫുള്ള് കറക്കം കേട്ടോ, ഓരോ സ്ഥലത്തൊക്കെ പോവുകയാണ് അവൻ. എൻ്റെ ഒരു ഭാഗ്യം. ഓക്കെ, നമ്മൾ പറഞ്ഞ വേറെ വിഷയത്തിലേക്ക് പോയി. അപ്പോൾ എന്തായാലും ഞാൻ കോളീസിൻ്റെ പ്രൈസ് ഒന്നും പറയുന്നില്ല, താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.